ഹലോ ഹായ് നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്നെങ്കിലും അവസാനിക്കുമോ? ഹിസ്റ്ററി, ചരിത്രം നമുക്കൊന്ന് നോക്കാം. 1948 മെയ് 14 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാന്റെ ആഗ്രഹപ്രകാരമാണ് ഇസ്രായേൽ എന്നൊരു രാജ്യം നിലവിൽ വന്നത്. എനിമിറ്റി, എന്താണ് അവിടെയുള്ള ശത്രുത? മതപരമായ കാര്യങ്ങളിൽ ചരിത്രപരമായി വിയോജിപ്പുള്ള അറബികളാൽ ചൊല്ലപ്പെട്ട ഒരു സ്ഥലത്ത് കടന്നു വരാനും താമസിക്കുവാനും ഒരു പക്ഷേ അമേരിക്ക ജൂതന്മാരെ അവരുടെ മതപരമായും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചൂഷണം ചെയ്തിട്ടുണ്ടാകാം. ദൈവത്തിനും അവന്റെ അപ്പോസ്തലിനുമെതിരെ യുദ്ധം ചെയ്യുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ശിക്ഷ, അവരെ കൊല്ലുകയോ ക്രൂശിക്കുകയോ കൈകാലുകൾ എതിർവശങ്ങളിൽ വെട്ടുമുറിക്കുകയോ തടവിലാക്കുകയോ ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ പറ്റം ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കുറച്ച് ജൂതന്മാരെ ഇറക്കി വിട്ടിട്ട് അമേരിക്കയ്ക്ക് എന്താണ് സാധ്യമായത്? അമേരിക്ക എന്ത് നേടി? അന്നു മുതൽ ഇന്ന് വരെ ഇതൊരു യുദ്ധക്കളമായി മാറി. എത്രയെത്ര യുദ്ധങ്ങൾ! ഇന്ന് കാണുന്ന ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ്, ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്, ഇസ്രായേൽ ഹെസ്ബുള്ള കോൺഫ്ലിക്റ്റ്, അറബ് ഇസ്രായേൽ യുദ്ധം, എണ്ണിയാലൊടുങ്ങാത്തത്ര യുദ്ധങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. ഇതിന് ശേഷം എന്താണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത്? ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. 2 രാജ്യങ്ങൾ നിലവിൽ വരിക, 2 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ നിലവിൽ വരിക, തർക്കസ്ഥലങ്ങളെല്ലാം യുണൈറ്റഡ് നേഷന്റെ കീഴിൽ ഭരിക്കുന്നതും ഇരു രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുള്ള പ്രദേശമാക്കി മാറ്റുക. ഒരു രാഷ്ട്രം ഇസ്രായേലും രണ്ടാമത്തത് പലസ്തീനും. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതും UN മെമ്പർഷിപ്പ് ഉള്ളതുമാണ്. പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെ എല്ലാവരും അംഗീകരിക്കുകയും UN ഫുൾ മെമ്പർഷിപ്പ് ഉള്ള ഒരു രാഷ്ട്രമായി അത് നിലവിൽ വരികയും വേണം. ഇരു രാജ്യങ്ങളുടെയും അതിരുകൾ വ്യക്തമായി വേർതിരിക്കുകയും ഒരു പ്രത്യേക രാജ്യം എന്ന നിലയിൽ പരിപൂർണമായ അവകാശങ്ങൾ പലസ്തീന് നൽകുകയും വേണം. തർക്കഭൂമികൾ നേരത്തെ പറഞ്ഞ പോലെ അത് UN കീഴിൽ 2 പേർക്കും ഈക്വൽ അവകാശങ്ങളുള്ള ഒരു പ്രദേശമാക്കി നിർത്തുക. ഇത് മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ഥായിയായ ഒരു സൊല്യൂഷൻ. പക്ഷേ ഇതൊരു ഇമ്പോസിബിൾ ട്രൂസ് ആണ്. അത് ഒരിക്കലും നടക്കാത്ത ഒരു സന്ധിയായി മാറും. കാരണം ഒന്ന്, ഹമാസ് മതപരവും ചരിത്രപരവുമായ കാര്യങ്ങളാൽ ഇസ്രായേലിനെ ഒരിക്കലും അംഗീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. 2, ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയാണെങ്കിൽ ജെറുസലേം ആയിരിക്കണം അവരുടെ തലസ്ഥാനം എന്ന നിർബന്ധ ബുദ്ധി അവർക്കും ഉണ്ട്. അവർക്ക് അതിൽ അവകാശപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് അവരുടെ കർശനമായ നിർദ്ദേശമാണ്. ഇത് ഇസ്രായേൽ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. കടൽ തുടങ്ങി ജോർദാൻ വരെയുള്ള സ്ഥലം ഇസ്രായേലിന്റെ അധീനതയിൽ വരണമെന്നും ജെറുസലേമിനെ കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിക്കാൻ സാധിക്കില്ലെന്നും ജെറുസലേം ഞങ്ങളുടെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്നും ചരിത്രപരവും റിലീജിയസുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ജെറുസലേം ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ഇസ്രായേൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇതുകൊണ്ടിട്ട് ഇനിയൊരു ട്രൂസ് ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല. പക്ഷേ വേറൊരു വലിയ പ്ലെയറും കൂടി ഇത് നടക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പേരാണ് അമേരിക്ക. ദ അങ്കിൾസ് ആണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ മുങ്ങിപ്പോകാത്ത ഒരു വിമാനവാഹിനി കപ്പലാണ് ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിലെ ഇറാൻ അസന്തുലിതാവസ്ഥയെ നേരിടാൻ അമേരിക്ക ഇസ്രായേലിനെ ഒരു ഫലകമായി യൂസ് ചെയ്യുന്നു. അറബികൾക്ക് എണ്ണയും വാതകവും $US മാത്രമേ വ്യാപാരം ചെയ്യാൻ കഴിയൂ. കൂടാതെ എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് മാത്രമാണ് വൻകിട രീതിയിൽ ആയുധങ്ങളും മറ്റു വസ്തുക്കളും വാങ്ങിക്കൂട്ടുന്നത്. പെട്രോൾ ഓർഡർ നിർബന്ധമായും ഈ രാഷ്ട്രങ്ങൾ അമേരിക്കയിൽ അല്ലെങ്കിൽ UK അവരുടെ റിയൽ എസ്റ്റേറ്റിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും സെക്യൂരിറ്റി കവർ, മിലിറ്ററി കവർ നൽകുന്നത് അമേരിക്ക മാത്രമാണ്. എല്ലാ സൈഡിലും ഒരുപോലെ കഴിവുള്ള ഒരു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന ഒരേ രാഷ്ട്രമാണ് അമേരിക്ക. ഇതിനെല്ലാം കാരണം ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ അറബ് കൺട്രീസിന്റെ മുമ്പിൽ അവർ വെക്കുന്നത് ഒന്നുകിൽ ഇറാനോടുള്ള പേടി, ഇറാൻ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇസ്രായേലിനെ കാണിച്ച് പേടിപ്പിക്കുക, ഒട്ടനവധി കോൺഫ്ലിക്റ്റുകളിലേക്ക് നിങ്ങളെ തള്ളിയിടാൻ സാധിക്കുമെന്നും ഞങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രമെന്ന രീതിയിൽ അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുക. മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും സെക്യൂരിറ്റി കവർ കൊടുക്കുന്നത് അമേരിക്ക മാത്രമാണ്. ഇസ്രായേലിന്റെയും പലസ്തീന്റെയും പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അത് പരിഹരിക്കാൻ കഴിയും. കാരണം
ഹമാസ് നേതാക്കൾ ഖത്തറിൽ ഒരു ലിവിംഗ് റൂം ജിഹാദികളായിട്ടിരിക്കുകയാണ്. ലിവിംഗ് റൂമിലിരുന്ന് കമ്പ്യൂട്ടറിലിരുന്ന് ആഹ്വാനം നടത്തുകയും തെരുവിൽ മരിച്ചു വീഴുന്നത് സാധാരണ പലസ്തീനികളുമാണ്. ഈ ഖത്തറിന് പ്രധാനമായും സെക്യൂരിറ്റി കവർ കൊടുക്കുന്നത് അമേരിക്ക മാത്രമാണ്. ഖത്തർ അമീറിനും ഈ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ മിലിറ്ററി ബേസിൽ ഒന്നിരിക്കുന്നത് ഖത്തറിലാണ്. അവരറിയാതെ ഇത്രയും വലിയ നേതാക്കന്മാർ ഖത്തറിൽ താമസിക്കാൻ സാധിക്കുമോ? 2, അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ വെറും 70 ലക്ഷമോ 80 ലക്ഷമോ മാത്രം ജനസംഖ്യയുള്ള ഒരു ജൂതരാഷ്ട്രത്തിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? 200 കോടിയോളം മുസ്ലിംസ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോപ്പുലേഷനെതിരെ എത്ര നാൾ 70 ലക്ഷം 80 ലക്ഷം ഉള്ള ജൂതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ജൂതന്മാർ പിടിച്ചു നിൽക്കുന്നത് അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇരുവശത്തും ഇത്രയും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ അഗ്നി, ഈ സമരം, ഈ മരണം, ഈ ഈ മുഴുവൻ യുദ്ധവും തങ്ങൾക്ക് അനുകൂലമാണ്. ഒരു വശത്തിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള പൂർണ്ണ ബോധ്യവും അത് സത്യവുമായത് കൊണ്ടിട്ടാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രം ഇതിൽ പരിപൂർണമായി ഇടപെടാത്തതും ഈ സമരത്തെ ഇങ്ങനെ തന്നെ കത്തിച്ചുകൊണ്ട് നിർത്തുന്നതും ഈ അഗ്നി ഒരിക്കലും കെടാതെ നിർത്തുന്നതും. നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴെങ്കിലും അമേരിക്കൻ നേതൃത്വം ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ കാണുമെന്നും മനുഷ്യത്വത്തെ സ്വന്തം ചെറിയ നേട്ടങ്ങളെക്കാൾ മുകളിൽ വെക്കുമെന്നും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഹോൾ ഹാർട്ടഡ്ലി ഇടപെടുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് 5 seconds വ്യൂ. വിൽ ഇസ്രായേൽ പാലസ്തീൻ വാർ എവർ ഗെറ്റ് ഓവർ? താങ്ക് യു.